Stay friends, Guruji from Trading Emotion channel. Welcome to your my intraday trade setup on 20th to 2023. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡിംഗ് ഇമോഷൻ ചാനലിലേക്ക്. എൻ്റെ ഇൻട്രാഡേ ട്രേഡ് സെറ്റപ്പ് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ വീണ്ടും പോയി കാണുക. ഓപ്പൺ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഓപ്പൺ ബ്രീച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീക്ക്നെസ്സും സ്ട്രോങ്നെസ്സും എന്തായിരിക്കും എന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പോസ്റ്റ് ചെയ്ത വീഡിയോ പോയി കാണുക. വി ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ we can interpret this day open, how we can interpret whether this open is strong or not. Why? Because which player is giving open and how we can interpret them psychologically, then we can plan our trade setup. That is worked well in the market. The Friday we discussed in the morning, that's worked well in the morning. Nifty and bank nifty also. Nifty, the open not sustained after opening 15 minutes, then it's reached nearby previous day close. The same thing, bank nifty, the open was holded more than 30 minutes, then the who are all given that open, they done their job. Then we witnessed a good fall on the bank nifty on Friday. Okay, what is this profiles are saying to us? This is market profile. Market profile is a beautiful tool to interpret and which players are playing in intraday. We can easily identify them and we can easily fade them. We can easily trade against them and we can easily trade with them. We can easily travel with them. So every information these letters will give you, A to M will give you. നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈൽ നല്ലൊരു ടൂളാണ്, നിങ്ങൾ യൂസ് ചെയ്യാൻ നല്ല ടൂളാണ്. പഠിക്കുക. മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. മാർക്കറ്റിൽ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, നല്ല നല്ല ട്രേഡുകൾ കിട്ടും. അതുവഴി പഠിച്ചത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സെൽഫായിട്ട് ഒരു ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻറ്റ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് നല്ല നല്ല ലാഭങ്ങൾ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ സാധിക്കും. നിങ്ങൾ എത്ര ലോസ് ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ല, മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് നല്ല നല്ല പ്രോഫിറ്റുകൾ കൊണ്ടുതരുന്നതായിരിക്കും. ഈ പ്രൊഫൈൽ എന്താണ് സംസാരിക്കുന്നത്? ഇത് നമ്മുടെ ഓൾറെഡി അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് അറിയാം. ഇത് വന്നിട്ട് 3 അനോമാലിസ് ആണ്. 1, 2, 3. ഇത് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്, ഈ അനോമാലിസ് നമുക്ക് പ്രതിനിധീകരിക്കുന്നത് ഇമോഷണൽ പ്ലെയേഴ്സ് മാർക്കറ്റിൽ ഉണ്ട്. ഇമോഷണൽ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈ ഇമോഷണൽ പ്ലെയേഴ്സ് വല്ല ന്യൂസ് വന്നുകൊണ്ടോ അല്ലെങ്കിൽ വല്ല യൂറോപ്യൻ മാർക്കറ്റ് നോക്കിയോണ്ടോ വേറെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ അത് ഉടനെ സംഭവിക്കും എന്ന് അവർ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് കാശ് ഇഷ്ടം പോലെ ഉള്ള ആൾക്കാരാണ്. അവരും ഇമോഷണലാണ്. ഇമോഷണൽ ആണല്ലോ, എല്ലാവരും ഹ്യൂമൻ ബീയിങ്, എല്ലാവരും ഇമോഷണലാണ്. നമ്മളെല്ലാം ഇമോഷണൽ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഇമോഷണൽ പ്ലെയേഴ്സിൻ്റെ പ്രസൻസ് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. അത് ബാങ്ക് നിഫ്റ്റി പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിഫ്റ്റി പ്രൂവ് ചെയ്യുന്നില്ല. നിഫ്റ്റി കുറേ ഹോൾഡ് ചെയ്തു, പക്ഷെ പറ്റാത്തതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി താഴോട്ട് വലിച്ചത് കൊണ്ടാണ് നിഫ്റ്റിയും താഴോട്ട് വീണത്. പക്ഷേ നിഫ്റ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല സ്ട്രോങ് ആണോ വീക്ക്നെസ് ആണോ, നടുക്ക് നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി നല്ല വീക്കാണ്. അതേസമയം ആ വീക്ക്നെസ് നമുക്ക് ഇമോഷണൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ വീക്ക്നെസ്സിന് വലിയ വലിയ ഒരു ഡ്യൂറേഷൻ കാണത്തില്ല. അതിന് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കുറവായിരിക്കും ആ ഇമോഷൻ. അതിനാണ് ഈ ഡേയുടെ പ്രൊഫൈലിനെ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനത്തെ ഇമോഷണൽ ഡേയുടെ സ്ട്രക്ചർ എന്ന് പറയും. ഈ ഡേയുടെ പ്രൊഫൈലിനെ മാർക്കറ്റ് അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ എല്ലാം മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കുറേ ദിവസം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പുവർ ലോ ആണ്, ഇത് മാർക്കറ്റ് ക്ലിയർ ചെയ്യും, ഇത് പുവർ ബൈയിങ് ആണ്. ഇത് കുറേ ദിവസം കൊണ്ട് നമ്മൾ പഴയ വീഡിയോസൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പുവർ വീക്കർ ഹാൻഡ്സ് എന്നൊക്കെ പറയുന്നത് എന്നുള്ളത്. Okay, what could be today's thought process? So as per market profile, this bank nifty structure is poor structure and lot of emotions attached to this particular profile. These 3 anomalies is representing that emotional players are in the market on Friday. So we can, if market start moving up, we can easily trade against, we can trade with this up move.
we don't no need to panic whether market will come suddenly on the downside. Why? Because these emotional players don't have that much strength. This is poor high, pakka poor high, and this poor high should be taken out within 1 or 2 days. Let's watch what could. This is bank nifty. Okay, nifty also poor high. Nifty also poor high. Let's discuss what could be my trade setup on today's. Today, if market opening flat, if moving up, I will wait any acceptance at 17,990 or any rejection. Here, I will watch a rejection and acceptance in this particular level. This particular level 17,990. Any acceptance here, my first target could be this. What could be this target? 18,050, and second target could be this territory. 18,090, 18,100 is my second target on the upside. After market flat opening, after opening flat, it's market coming down, 17,930 I will be watching. Any acceptance here in this particular zone, 17,930 to 920. If any acceptance here I will not see for rejection. I will watch for acceptance only. If I am getting acceptance here, then my first direct target could be 17,890. This AB poor low market, how to clear this AB poor low, this AB poor low, back to back AB poor low. Okay, and this is a PPOC. Oh, this is a PPOC. Yeah, PPOC. And this PPOC market, how to clear. You know PPOC how it will work. So if a flat opening market is coming down, any acceptance at 17,930, I will short the market. First target this, second target, then I will trail my SL. Second target 17,860, third target 17,810, fourth target this PPOC 17,790. So these are the down level target on the flat opening. If gap up open above 7,990, open is sustaining, then we can directly target this high clearance, directly 18,150 we can see. If any gap down is open is sustaining, then directly we can see this particular level 17,790. So open, after opening gap up, the open should be holded at least bare minimum 30 minutes. Then we can gap up. In the case gap up, we can target directly this, and gap down we can directly target this. So unable to get a time to do on the bank nifty part. Anyhow, bank nifty, if possible, I will give the live levels on the Telegram channel. Please click the like button, subscribe our channel. Sorry, Malayalam I missed it. Okay, this high power high ആണ്, power high ആണ്. അതുകൊണ്ട് ഈ ഹൈ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് 17,990 അവിടെ ഒരു റിജക്ഷൻ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ടാർഗറ്റ്, ഈ ഡേ ലോ ടാർഗറ്റും താഴോട്ട് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരും. ഇവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ ടാർഗറ്റും, രണ്ടാമത്തെ ടാർഗറ്റ് ഇതെന്താണ് ടാർഗറ്റ് 18,050യും 18,100ഉം രണ്ട് ടാർഗറ്റ് മുകളിലോട്ട് വെച്ചോണ്ട് നോക്കും. ഇവിടെ ഞാൻ നോക്കുന്നത് റിജക്ഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. ഈ ലെവലിൽ റിജക്ഷൻ ആണെങ്കിൽ താഴോട്ടും, അക്സെപ്റ്റൻസ് ആണെങ്കിൽ മുകളിലോട്ടും ഈ ലെവലിൽ ഞാൻ വാച്ച് ചെയ്യും. അതേസമയം മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയി താഴോട്ട് വന്നു കഴിഞ്ഞാൽ 17,930 അവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇവിടെ റിജക്ഷൻ ഞാൻ നോക്കത്തില്ല, അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇന്ന് ഈ ടാർഗറ്റ് 17,790 ഓർ 800 ടാർഗറ്റ് നമുക്ക് താഴോട്ട് നോക്കാവുന്നതാണ്. അതിലും കൂടുതൽ ഫാൾ നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ. ഗ്യാപ്പപ്പിന്റെ കേസിൽ മാർക്കറ്റിന്റെ ഡേ ഓപ്പൺ ഒരു അരമണിക്കൂർ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 18,150 ഇന്ന് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ഹോൾഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോ പുവർ ലോ ആണ്. അഗൈൻ ഇത് പക്ക പുവർ ലോ ആണ്. ദിസ് ഇസ് എ IB failed auction ആണ്. IB failed auction എന്ന് പറയും. ഇനിഷ്യൽ ബാലൻസ് ഫെയിൽഡ് ഓപ്ഷൻ ആണ് ദിസ് ടെറിട്ടറി. സോ ഈ IB failed auction മാർക്കറ്റ് ക്ലിയർ ചെയ്യേണ്ടി വരും. 17,740 ഇന്നല്ലെങ്കിൽ നാളെ മാർക്കറ്റ് 100% വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ പ്ലാൻ, നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഈ ചാനൽ ഇങ്ങനെ നല്ലൊരു വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്, നല്ലൊരു സംസാരമാണ്.
നല്ലൊരു ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ റിലേറ്റീവ്സിന് എല്ലാവരും നിങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പ്രോത്സാഹനം കിട്ടും. കൂടുതൽ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾക്ക്. താങ്ക് യു വെരി മച്ച്.